എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പ്ലാരത്ത് നമുക്കൊരു 5 ബെഡ്റൂം വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഒരു വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ്. ഈ കാണുന്ന വില്ലക്കകത്തുള്ള എല്ലാ വീടും നമുക്ക് സെയിലായിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഒരേ ഒരു വീടാണ് ഈ 5 ബെഡ്റൂമിൻ്റെ വീട്. ഇവിടെ നമുക്ക് റോഡ് വന്നിട്ട് നമുക്ക് 4 മീറ്റർ വലിയ റോഡാണ് വരുന്നത്. 2 കാർ വരെ ഒരുമിച്ച് പോകാൻ പറ്റിയ റോഡാണ് വരുന്നത്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 50 മീറ്റർ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ നടക്കാനുള്ള ദൂരമേ വരുന്നുള്ളൂ. ഈ വില്ലക്കകത്ത് നിന്ന് നമ്മുടെ തമ്പാനൂർ പോകാൻ നമുക്ക് 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന 5.5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 5 ബെഡ്റൂം, 5 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വീട് ചുറ്റുള്ള വാസ്തു പ്രകാരമാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 98 ലക്ഷം രൂപയ്ക്ക് അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. മുറ്റത്ത് നമുക്ക് 3 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മളൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. ഈ വീട് ചെയ്തിരിക്കുന്ന ഡിസൈൻ ഒരു കൊട്ടാരത്തിൻ്റെ ഡിസൈനാണ് നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് കൂടുതൽ വുഡാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം നമുക്ക് വുഡാണ്. നമുക്ക് ഫ്രണ്ടിലെ വുഡെല്ലാം നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ വുഡ് വന്ന് നമുക്ക് പ്ലാവാണ് വരുന്നത്, ഫുൾ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്ന നമ്മുടെ കരഭൂമിയിലാണ് വീട് വരുന്നത്. നല്ല നിറഞ്ഞ ഫ്ലോട്ടിലാണ് വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മുടെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ നമുക്ക് നടന്നാൽ മാത്രം മതി ഈ വീട്ടിലോട്ട് വരെ. ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പ്ലാരത്താണ് വീട് വരുന്നത്. ഈ വീട് നിൽക്കുന്ന 5.5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 5 ബെഡ്റൂമാണ്, 5 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വില്ലയ്ക്കകത്ത് ഫിഷ് ആയിരുന്നാലും വെജിറ്റബിൾസ് ആയിരുന്നാലും പത്രമായിരുന്നാലും പാലായിരുന്നാലും എല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ അതിന് ആൾ വരുന്നുണ്ട്, ഫുഡ് വേസ്റ്റ് എടുക്കാൻ അതിനും ആൾ വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 98 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിലെ ഗ്ലാഡിംഗ് വർക്കൊക്കെ ചെയ്യുന്നത് നമുക്ക് വുഡാണ്. ഫുൾ നമുക്ക് ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന നമുക്ക് ഷൂ റാക്ക്, നമുക്ക് 2 സൈഡിലും ഷൂ റാക്ക് വരുന്നുണ്ട്. നമുക്ക് ചെറിയൊരു സോപാനം വരുന്നുണ്ട്. ഫ്രണ്ടിലെ ടെയിലൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് വരുന്നത്. ഫ്രണ്ടിലെ ഡോറ് ചെയ്തിട്ടുള്ള പ്ലാവിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തുവർക്ക് എടുത്ത ഒരു ഡോറാണ്. 2 സിംഗിൾ ഡോറാണ് വരുന്നത്. ലോക്ക് സെറ്റ് വന്നിട്ട് നമുക്ക് മണിച്ചിത്ര താഴെയാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്, 2 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. ഹാളിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ വന്നിട്ട് വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഈ TV യൂണിറ്റ് ചെയ്തിട്ടുള്ള ഫുൾ നമുക്ക് വുഡിലാണ് പോളിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയ പെയിൻറ്റിങ്ങും വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് ചെറിയ ഷോക്കേസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗാർഡനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറൊക്കെ ഒന്ന് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് വരുന്നത്. വീഡിയോ കൂടെ നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. വലിയ വീടായതുകൊണ്ട് നമുക്ക് കൂടുതൽ ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഹാളിൽ നിന്ന് നമുക്കൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. വുഡിലാണ് നമ്മുടെ പാർട്ടീഷൻ തിരിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ. വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് വാഷ് ബേസ് കൗണ്ടർ നല്ല പ്രീമിയം ലുക്കിൽ തന്നെ വാഷ് ബേസ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിലെ ഫിറ്റിംഗ്സ് വന്നിട്ട് നമുക്ക് ജാഗോറാണ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ആർട്ടിക്കൽ ഗ്രാപ്സ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് തടിയാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്തൊരു നമ്മുടെ കിച്ചണാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. വലിയൊരു കിച്ചണാണ് വരുന്നത്. കിച്ചണിലെ കബോർഡ് വർക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഫുൾ നമുക്ക് തടിയിലാണ്. നല്ല രീതിയിൽ തന്നെ കൊത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് വരുന്നത്. ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് ജാഗോറാണ്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് വന്നിട്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ കന്നി ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഇതിനോട് ചേർന്നൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലെ ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് നമുക്ക് ഫ്ലോർ ടൈലിന് ഉപയോഗിച്ചിട്ടുള്ളത്. കബോർഡ് വർക്ക് വന്നിട്ട് നമുക്ക് 4 പാളിയിലെ ഒരു വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അകത്തെ ഡോറെല്ലാം വന്നിട്ട് നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്.
ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ്. ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ 5 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് വരുന്നുണ്ട്. 5 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്തിരുന്ന് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല വുഡിൻ്റെ ഡിസൈൻ വരുന്ന ഫ്ലോർ ടൈലാണ്. നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് വരുന്നത്. കബോർഡ് വർക്ക് നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ വാഷ്റൂം വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന ജാഗോറാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്ന ഹാളിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. സ്റ്റെയർ ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് തടിയിലാണ്. ഈ കാണുന്നതൊക്കെ നമുക്ക് തടിയിലെ ഒരു വലിയൊരു പീസാണ്. ഫുൾ തടിയിലെ ഒരു വലിയൊരു പീസാണ്. ഇതിലാണ് നമ്മുടെ കൊത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കയറുന്നിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്ന സെൻറ്റർ ചെവറിൽ നമുക്കൊരു ആർട്ടിക്കൽ ഗ്രാഫ്സും തടിയിലും ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റെയറിലെ ഹാൻഡിൽ വർക്കും ഈ കാണുന്ന ഫ്ലോറും എല്ലാം നമുക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു പാനൽ വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിലെ സീലിംഗിൽ നമുക്ക് വലിയൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പർഹോളയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാള്. വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടി അതിനൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ അതിനൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് വുഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ പ്രൊഫൈലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അയൺ ചെയ്യാൻ വേണ്ടി. അതിന് നമുക്ക് ഇവിടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്ലഗ് പോയിന്റ് വരുന്നുണ്ട്. വാഷിംഗ് മെഷീൻ അതിനുവേണ്ടി ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫ്ലോർ ടൈലിന് ഉപയോഗിക്കുന്ന വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. വലിയ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നല്ല വലിയ സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് ജാഗോറാണ്. ഇവിടെയും ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തിരുന്ന് നമുക്ക് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂം സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് പ്രൊഫൈലായിട്ട് വരുന്നുണ്ട്. വുഡിൻ്റെ ഡിസൈനാണ് നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് 4 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയ വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്നത് നമുക്ക് ജാഗോറാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 5ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാനും പറ്റും. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇതും വലിയ വാഷ്റൂമാണ്. ഈ വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന ജാഗോറാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ്, സോളാറിൻ്റെ പോയിന്റ്, നമ്മുടെ കണക്ഷൻ വന്നിട്ട് 3 ഫേസ് ആണ് വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റും. ഇതാണ് നമ്മുടെ ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണി നമുക്ക് ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫുൾ തടിയിലാണ്. ഫുൾ നമുക്ക് ക്ലിയർ പോളിഷാണ്. നമ്മുടെ തൂണിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ടെയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഗ്ലാഡിംഗ് വർക്ക് എല്ലാം നമുക്ക് ടെയിലാണ്. വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടെയിലാണ്. ഈ വീട് നിൽക്കുന്നത് നമുക്കൊരു ലക്ഷറി വില്ലയ്ക്കകത്താണ്. ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ 90-88 ലക്ഷം രൂപയുടെ വീടുകളാണ്. ഇവിടെയുള്ള എല്ലാ വീടും നമുക്ക് സെയിലായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് വീടാണ് ഈ വീട്. ബാൽക്കണിയിൽ നമുക്ക് പാനൽ വർക്ക് ചെയ്യുന്ന ഫുൾ നമുക്ക് വുഡിലാണ്. ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നമ്മളെ വുഡിൻ്റെ ഡിസൈൻ വന്ന നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. ബാൽക്കണിയിൽ നിന്ന് ഈ കാണുന്ന ഡോർ വന്നിട്ട് നമ്മുടെ ഹാളിലോട്ട് പോകുന്ന ഡോറാണ്. സെക്കൻഡ് ഫ്ലോറിൽ ഹാളിലോട്ട് പോകുന്ന ഡോറാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട്. ഈ വീട് നിൽക്കുന്ന 5.5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞാൽ 5 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 5 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വീട് വെച്ചിട്ടുള്ള വാസ്തു പ്രകാരമാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 98 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്, 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്തെന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ആയിട്ട് വേണം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.